ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു Q&A വീഡിയോ ചെയ്യാമെന്ന് കരുതി. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ വെൽവിഷേഴ്സായ പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതി. ആദ്യത്തെ ക്വസ്റ്റ്യൻ കോമൺ ആണ്. യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ടായ കാരണം. 2024 ഒക്ടോബർ 5-ാം തീയതിയാണ് ഞാൻ ആദ്യത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ബാംഗ്ലൂരിലെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് ആണ് ആ വീഡിയോ. കുറെ നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് കണ്ടന്റ് ആണ് അതിന് വേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു റിസ്ക് ഉള്ള സർജറി പറഞ്ഞത്. ആ സർജറി കഴിഞ്ഞാൽ ഒരുപക്ഷെ എണീറ്റ് നടക്കാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനാണ്. അങ്ങനെ എണീറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റു ജോലികളൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വെറുതെ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്യണമല്ലോ എന്ന ഉദ്ദേശത്തോടെയാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് സർജറി ഇപ്പോഴും നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. മിനി മയ്യഴി എന്ന പേര് യൂട്യൂബ് ചാനൽ ഇട്ടതിന്റെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. മിനി എന്ന് പറയുന്നത് എൻ്റെ പേരാണ്, മയ്യഴി വീട്ടുപേരാണ്. എൻ്റെ വീട്ടുപേരാണ് മയ്യഴി. അപ്പൊ അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, എൻ്റെ പേരും വീട്ടുപേരും കൂടെ ചേർത്തിട്ടതാണ്. അടുത്ത ചോദ്യം, യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്നുള്ളതാണ്. ഇപ്പൊ കറക്റ്റ് വീഡിയോകളൊന്നും കാണുന്നില്ല. യൂട്യൂബ് ചാനൽ നിർത്തിയോ എന്നതാണ്. ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടില്ല. കുറച്ച് മാസങ്ങളായി കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഹസ്ബൻഡ് ഒരു പ്രസ് നടത്തുന്നുണ്ട്, അവിടെ തന്നെയാണ് ഞാനും വർക്ക് ചെയ്യുന്നത്. അവിടെ കുറച്ച് വർക്ക് ലോഡ് വന്നപ്പോൾ എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വർക്കും വീട് പണിയും കൂടെ ആയപ്പോൾ വീഡിയോ ചെയ്യാനുള്ള സമയം കിട്ടാതിരുന്നത് കൊണ്ടാണ് വീഡിയോ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ആകും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ ഇടാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുവരെ ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ചുകൂടെ നല്ല വീഡിയോസ് ചെയ്യാനും വീഡിയോ കറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്ത് നല്ല രീതിയിലൊന്ന് പോകാനും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ യാത്രകളൊന്നും പോകുന്നില്ലേ, ട്രാവൽ വ്ളോഗ്സ് ഒന്നും കാണുന്നില്ലല്ലോ എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ഇപ്പോഴും യാത്രകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒഫീഷ്യൽ ആയിട്ടുള്ള യാത്രകളാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ യാത്രകൾ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ വിചാരിച്ചാണ് ഓരോ യാത്രയും പോകുന്നത്. പക്ഷെ അവിടെ പോകുമ്പോൾ തിരക്കുകൾക്കിടയിൽ വീഡിയോ എടുക്കണം എന്നുള്ളത് മറന്നുപോകും. എല്ലാം കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇവിടുത്തെ വീഡിയോ എടുത്തില്ലല്ലോ, ഈ വീഡിയോ എടുത്തില്ലല്ലോ എന്നൊക്കെ ഓർമ്മ വരുന്നത്. പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് ഇനിയും തുടരും. നമ്മളെ ഈ തിരക്കുകളെല്ലാം മാറിയിട്ട് ഒന്ന് പോകണം എന്നുള്ളതാണ് കരുതുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നയാര കളക്ഷൻസ് നിർത്തിയോ എന്നതാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു പുതിയ സംരംഭം തുടങ്ങി, നയാര കളക്ഷൻ എന്ന ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അത് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ വീഡിയോ ഇട്ട് ഓൺലൈനായിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഉദ്ദേശിച്ചത്. പക്ഷേ തിരക്കുകൾ കാരണം ഇൻസ്റ്റയിലൊന്നും വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് അത് പകുതി ഫ്ലോപ്പാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും പരിചയക്കാരും ഒക്കെ ഇത് എൻ്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പോകുന്നുണ്ട്. എല്ലാം ഈ തിരക്കുകൾ കാരണം മാറ്റി വയ്ക്കുന്നതാണ്. അപ്പം ഈ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നയാര കളക്ഷൻസ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. എല്ലാം പ്രതീക്ഷകളാണ്. അടുത്ത എല്ലാവരുടെയും സംശയമാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങിയോ എന്നുള്ളത്. ഒരു യൂട്യൂബ് ചാനലുള്ള എല്ലാവരും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പൈസയൊക്കെ കിട്ടി തുടങ്ങിയോ എന്നുള്ളത്. പക്ഷെ അതിന് പിന്നിൽ എത്ര എഫേർട്ട് എടുക്കണമെന്ന് അവർക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. എനിക്ക് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷെ കറക്റ്റായിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് അതിൽ നിന്ന് പേയ്മെന്റ്സ് ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. നിലവിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. പുതിയ കുറേ വീഡിയോസ് ചെയ്യണം, ചാനൽ ആക്റ്റീവ് ആകണം എന്നൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. ശുഭപ്രതീക്ഷകളാണ്. അങ്ങനെ ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ, വീണ്ടും കാണാം.